ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ഫ്രൈഡേ 1% കൂടുതൽ താഴോട്ട് പോയ US ഇൻഡെക്സുകളെല്ലാം കഴിഞ്ഞ ദിവസം റിക്കവർ ചെയ്തതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത്തരത്തിൽ US മാർക്കറ്റ് റിക്കവർ ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് യൂറോപ്യൻ യൂണിയൻ USനെതിരെ നടപ്പാക്കാൻ ഉദ്ദേശിച്ച റിറ്റാലിയേറ്ററി ടാരിഫ് അഥവാ USനെതിരെയുള്ള ഒരു കൗണ്ടർ താരിഫ് ഈ വ്യാഴാഴ്ച മുതൽ യഥാർത്ഥത്തിൽ നടപ്പാക്കേണ്ടതായിരുന്നു. എന്നാൽ യൂറോപ്യൻ യൂണിയൻ കമ്മീഷന്റെ ഒരു വക്താവ് ഇപ്പോൾ അനൗൺസ് ചെയ്തത് അവർ USനെതിരെ നേരത്തെ നിശ്ചയിച്ച റിറ്റാലിയേറ്ററി താരിഫ് അത് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ പോവുകയാണെന്നാണ്. അപ്പോൾ USും യൂറോപ്യൻ യൂണിയനും തമ്മിൽ 15% താരിഫ് അഗ്രിമെന്റ് നേടിയ ശേഷം അവർ പല മേഖലകളിലുമുള്ള അവരുടെ ട്രേഡ് ടോക്സ് ഇപ്പോഴും വളരെ പോസിറ്റീവായി തുടരുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ റിറ്റാലിയേറ്ററി താരിഫിനെ പറ്റി ചിന്തിക്കുന്നത് ആ ഒരു ട്രേഡ് ടോക്കിന് തടസ്സം സൃഷ്ടിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം യൂറോപ്യൻ യൂണിയൻ എടുത്തത്. അപ്പോൾ ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ട് US മാർക്കറ്റ് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഇൻഡെക്സുകളും തിരിച്ചു വന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടുള്ള ക്യൂസ് ഉണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് രാവിലെ ഉണ്ടായത്. പിന്നീട് ഒരു വമ്പിച്ച ഒരു സെൽ ഓഫ് ആണ് നമ്മുടെ മാർക്കറ്റിൽ കണ്ടത്. അപ്പോൾ അതിനിടയിൽ എപ്പോഴൊക്കെ 600 എന്നുള്ള ലെവലിൽ എത്തുന്നുണ്ടോ അപ്പോഴൊക്കെ ശക്തമായ ബൈങ് നടക്കുന്നത് കാണാം. ഇപ്പോൾ ട്രേഡിംഗ് ഡേയുടെ ഏകദേശം മധ്യത്തിൽ നല്ല രീതിയിൽ ഒരു ബൈങ് നടക്കുകയും പിന്നീട് താഴേക്കും, അതേപോലെ ട്രേഡിംഗ് ഡേയുടെ അവസാന നിമിഷങ്ങളിലും നല്ല രീതിയിലുള്ള ഒരു ബൈങ് നടക്കുകയും ഉടൻ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് 600 ലെവൽ എത്തുമ്പോൾ ശക്തമായിട്ട് തിരിച്ചു വരികയും 700 ലെവലിന് മുകളിലേക്ക് പോകുമ്പോൾ ശക്തമായിട്ട് താഴ്ത്തി വരികയും ചെയ്യുന്ന ആ ഒരു സെൽ ഓൺ റൈസ് മാർക്കറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ വലിയൊരു മൂവൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ഇന്ത്യ വിക്സ് വലിയ വളറ്റിലിറ്റി കാണിക്കാതെ 11നും 12നും ഇടയിൽ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മൊത്തത്തിൽ കഴിഞ്ഞ ഒരു 5 ഡേയ്സിൻ്റെ ഒരു ട്രേഡിംഗ് ആ സോൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 ഡേ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് ഫിയർ സോണിലാണെങ്കിൽ പിന്നെയുള്ള 2 ഡേ എക്സ്ട്രീം ഫിയർ സോണിലായിരുന്നു. അതായത് കഴിഞ്ഞ ഫ്രൈഡേയും ഇന്നലെയും അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് അത് വീണ്ടും ഫിയർ സോണിലേക്ക് തിരിച്ചു വന്നതായിട്ട് കാണാം. അപ്പോൾ മാർക്കറ്റ് തീർച്ചയായിട്ടും ഇവിടെ ശക്തമായ സപ്പോർട്ട് എടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഒരു അനാലിസിസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൾ സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രധാനമായിട്ടും ഏറ്റവും ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 25,000 ലെവലിൽ തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 24,700 ഏറ്റവും അധികം ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. പിന്നീട് 24,800 ഏറ്റവും ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. എന്നാൽ ഡൗൺ സൈഡിൽ പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 24,600 ഏറ്റവും ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പോൾ ആ 24,600 25,000 ലെവലിലേക്കാണ് മൊത്തത്തിലുള്ള ആ ഒരു കോൺട്രാക്റ്റുകളുടെ ഒരു വോള്യൂം നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇന്ന് ഇന്ത്യ വിപണിയിൽ തുടക്കത്തിലുണ്ടായ തകർച്ചയ്ക്ക് കാരണമായിട്ട് നമുക്ക് 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ കാണാൻ കഴിയും. ഒന്ന്, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന FIIsന്റെ സെല്ലിംഗ് ആണ്. ഇന്നലെ ശക്തമായൊരു മൂവ് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായിട്ട് പോലും 2,500 കോടിയിലധികമുള്ള ഒരു സെല്ലിംഗ് ആണ് FIIs നടത്തിയിട്ടുള്ളത്. എന്നാൽ നല്ല തോതിൽ DIS ബൈ ചെയ്തതുകൊണ്ടാണ് ഇന്നലെ മാർക്കറ്റ് ശക്തമായി മൂവ് ചെയ്തത്. അപ്പോൾ ആ FIIsന്റെ ആ ഒരു ബിയറിഷ് ട്രെൻഡ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിനാരിയോയ്ക്ക് കൂടുതൽ ശക്തി പകരുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുകയുണ്ടായി. കാരണം അദ്ദേഹം പറഞ്ഞത് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇപ്പം ക്രൂഡ് ഓയിൽ വാങ്ങുകയാണെന്നും അത് റഷ്യൻ എക്കണോമിയെ സഹായിക്കുകയാണെന്നും അതുവഴി റഷ്യ അവരുടെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും അപ്പോൾ ഫലത്തിൽ ഇന്ത്യയാണ് റഷ്യയുടെ ഈ ഒരു യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള വളരെ വിചിത്രമായ വാദങ്ങളൊക്കെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. കൂടാതെ ഇന്ത്യ അവരിൽ നിന്ന് ചെറിയ വിലക്ക് ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ട് അത് റിഫൈൻ ചെയ്തിട്ട് വലിയ വിലക്ക് യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ വിൽക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങളും ഉണ്ടായി. അപ്പോൾ ഇതിനൊക്കെ ശക്തമായ മറുപടി ഇന്ത്യ ഗവൺമെന്റ് നൽകിയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്ത്യയുടെ ശക്തമായ ഒരു സ്റ്റാൻഡ് അത് തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസ് മാർക്കറ്റിന് നൽകുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അപ്പോൾ ഇന്ന് നേരിയ തോതിലാണെങ്കിലും ട്രേഡിംഗ് ഡേക്കിടയിൽ ഒരു റിക്കവറിക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ സഹായിച്ചത് പ്രധാനമായിട്ട് ഇന്ത്യൻ സർവീസസ് പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സിന്റെ ആ ഒരു ഡാറ്റയാണ്. ഇപ്പോൾ HSBCയുടെ ഈ ഒരു ഡാറ്റ ആക്ച്വലായിട്ട് വന്നിട്ടുള്ളത് 60.5 ആണ്. പ്രീവിയസ് സെഷനിൽ ഇത് വന്നത് 60.4 ആയിരുന്നു. അതിനേക്കാൾ 0.1% കൂടുതലായിട്ടാണ് വന്നിട്ടുള്ളത്. കൂടാതെ ഫോർകാസ്റ്റ് ചെയ്തത് 59.8 മാത്രമായിരുന്നു. അപ്പോൾ ആ ഒരു ഫോർകാസ്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതലായിട്ടുള്ള നല്ലൊരു ഡാറ്റയാണ് ഈ സർവീസസ് പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റയിൽ കാണുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ 11 മാസത്തെ ഏറ്റവും ഉയർന്ന ഡാറ്റയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ശക്തമായ ഡാറ്റ വരെയുള്ള ഒന്നാമത്തെ കാരണം സ്ട്രോങ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിനും അതുപോലെ പുതിയ ക്ലയന്റുകൾ ഈ സർവീസ് സെഗ്മെന്റിലേക്ക് വരുന്നതായിട്ടുള്ള സൂചനകളും ഈ ഒരു റിസർച്ചിൽ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ എക്സ്പോർട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ടെന്നാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ US മാത്രമല്ല ഏഷ്യ, കാനഡ, യൂറോപ്പ്, UAE പോലെയുള്ള രാജ്യങ്ങളിലേക്ക് നമ്മുടെ സർവീസ് എക്സ്പോർട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഫൈനാൻസും ഇൻഷുറൻസും നല്ല ഗ്രോത്ത് നേടിയപ്പോൾ റിയൽ എസ്റ്റേറ്റും ബിസിനസ് സർവീസസ് സെഗ്മെന്റുമാണ് കുറച്ച് ലാഗായിട്ട് ഈ ഡാറ്റയിൽ പറയുന്നത്. എന്നാൽ എംപ്ലോയി ഹയറിംഗ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തികച്ചും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ 15 മാസത്തെ ആ ഒരു
സ്പീഡ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് കാണുന്നത്. 2% ഒരു പേസ് മാത്രമാണ് ഈ എംപ്ലോയ്മെന്റ് ഗ്രോത്തിൽ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർഡർ ബുക്ക് ഉണ്ടെങ്കിലും കൂടുതൽ ജോബ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ വന്നിട്ടുള്ള മാനുഫാക്ചറിങ് ഇൻഡെക്സ് ഡാറ്റയും ഈ ഒരു സർവീസ് ഇൻഡെക്സ് ഡാറ്റയും ചേർത്ത് വെക്കുമ്പോൾ കഴിഞ്ഞ 16 മാസത്തെ നല്ലൊരു ഡാറ്റയായിട്ടാണ് ഇത് മൊത്തത്തിൽ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഡാറ്റയിൽ നൽകുന്ന ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യയിലെ ഡിമാൻഡ് തീർച്ചയായിട്ടും സ്ട്രോങ് തന്നെയാണ്. പക്ഷെ ആ ഗ്രോത്ത് എക്സ്പെക്ടേഷൻ അത് ആ ഒരു സ്പേസിൽ നീങ്ങുന്നില്ല എന്നാണ് മൊത്തത്തിലുള്ള ഒരു അനുമാനം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ ഇന്ന് നടന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ IPO നോക്കുകയാണെങ്കിൽ അത് ആദിത്യ ഇൻഫോടെക്കിന്റെ മാസ് എൻട്രിയാണ്. കാരണം 50.8% ഒരു പ്രീമിയത്തിലാണ് ഇത് ലിസ്റ്റ് ചെയ്തത്. 1018 എന്നുള്ള രൂപയിൽ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്ക് പിന്നീട് 1082 വരെ ഉയർന്നിട്ട് ആ ഒരു ലെവലിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. അപ്പോൾ മൊത്തത്തിലുള്ള ഇന്നത്തെ ഗെയിൻ 60% മുകളിലാണ്. അപ്പോൾ ഈ വർഷം വന്ന IPOകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഹയസ്റ്റ് ലിസ്റ്റിംഗ് ഡേ ഗെയിൻ നേടിയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ആദ്യത്തെ ഇൻഫോടെക് എന്ന് പറയുന്നത് വീഡിയോ സർവൈലൻസ് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന CP+ എന്ന ബ്രാൻഡിലാണ് നമുക്കിത് കാണാൻ കഴിയുക. 550ഓളം ഇന്ത്യൻ സിറ്റികളിലും അതുപോലെ 1000ഓളം ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെയുള്ള 2100 ഇന്റഗ്രേറ്റേഴ്സും ഒക്കെയുള്ള ഈ ഒരു കമ്പനി ഈ സർവൈലൻസ് CCTV മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ AI പവേർഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റംസും അതുപോലെ ഇൻഡസ്ട്രിയൽ സർവൈലൻസ് ഗിയറും ഒക്കെയുള്ള ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് സെഗ്മെന്റിലുള്ള ഒരു കമ്പനി എന്നുള്ള നിലക്കാണ് ഇതിൽ നല്ലൊരു ഡിമാൻഡ് IPOയിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഇന്ന് ലിസ്റ്റ് ചെയ്ത മറ്റൊരു IPO വലിയ നിരാശയാണ് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. 13.92 എന്ന ലെവലിൽ ഡിസ്കൗണ്ടിലാണ് ആ IPO ലിസ്റ്റ് ചെയ്തത്. ലക്ഷ്മി ഫൈനാൻസിന്റെ IPOയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അത് ഏറ്റവും ഒടുവിൽ 15% ഒരു ലോസിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ വളരെ പോപ്പുലറായ ഒരു സ്റ്റോക്ക്, അത് അതിൻ്റെ ഹൈയിൽ നിന്നും വലിയ തോതിൽ താഴോട്ടേക്ക് വന്നിട്ടുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ശക്തി പമ്പ്സ് എന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ 2020 ഓഗസ്റ്റിൽ, അതായത് 5 വർഷം മുമ്പ് 30 രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു ഇത്. അന്ന് 30 രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്ത ആ സ്റ്റോക്കിൽ അന്ന് 2020 ഫൈനാൻഷ്യൽ ഇയറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സെയിൽസ് എന്ന് പറയുന്നത് 353 കോടിയുടെ ഒരു സെയിൽസ് ആയിരുന്നു. അപ്പോൾ അന്നത്തെ അവരുടെ പ്രോഫിറ്റ് നെഗറ്റീവിലായിരുന്നു. -14 കോടിയുടെ ഒരു ലോസ് ആണ് അന്ന് ഈ സ്റ്റോക്ക് ഉണ്ടാക്കിയത്. അതുപോലെ ആ സമയത്തുള്ള EPS നോക്കുകയാണെങ്കിൽ -1.28 റുപ്പീസ് മാത്രമായിരുന്നു. എന്നാൽ 2025 കഴിഞ്ഞ 12 മാസങ്ങളിലുള്ള അതിൻ്റെ പ്രകടനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ സെയിൽസ് 2571 കോടിയായിട്ട് ഉയർന്നിരുന്നു. 353 കോടിയിൽ നിന്നാണ് 5 വർഷം കൊണ്ട് 2571 കോടിയായിട്ട് ഉയർന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ ആ ഒരു 14 കോടിയുടെ ലോസിൽ നിന്നും 413 കോടിയുടെ ലാഭത്തിലേക്കാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ EPS ആണെങ്കിൽ 34.33 എന്ന ലെവലാണ്. അപ്പോൾ 5 വർഷം കൊണ്ട് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഇതിൻ്റെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതൊരു ഗ്രോത്ത് മൊമെൻറ്റം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കായി മാറുകയും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ വലിയ ഡിമാൻഡ് വർദ്ധിക്കുകയും ഇപ്പോൾ സ്റ്റോക്കിൻ്റെ ഹൈ 1400 വരെ എത്തുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ അതിൻ്റെ മൊത്തത്തിലുള്ള റിട്ടേൺ നോക്കിയാൽ 2709% റിട്ടേൺ ആണ്. മൾട്ടി ബാഗർ റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയത്. എന്നാൽ ഇപ്പോൾ ഈ സ്റ്റോക്ക് വലിയ തോതിൽ താഴോട്ട് വന്നതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം വ്യക്തമാവും. ഈ സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം 2023 സെപ്റ്റംബർ ക്വാർട്ടർ ആരംഭിച്ചതിന് ശേഷം, അതായത് സെപ്റ്റംബർ ക്വാർട്ടറിൽ അന്ന് രേഖപ്പെടുത്തിയ പ്രോഫിറ്റ് 6 കോടി മാത്രമായിരുന്നു. അതാണ് പെട്ടെന്ന് 45 കോടിയായിട്ട് അടുത്ത ക്വാർട്ടറിൽ ഉയർന്നത്. അതിനുശേഷം ഒരിക്കൽ പോലും ഈ സ്റ്റോക്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ഒരു ക്വാർട്ടർലി റിസൾട്ടിലും അതിൻ്റെ പ്രീവിയസ് ക്വാർട്ടറിന് താഴേക്ക് പോയിട്ടില്ല. എന്നാൽ ആദ്യമായിട്ട് ഈ കഴിഞ്ഞ ക്വാർട്ടറിലാണ് അത് അതിൻ്റെ പ്രീവിയസ് ക്വാർട്ടറിനേക്കാൾ താഴെ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയത്. അത് 110 കോടി കഴിഞ്ഞ ക്വാർട്ടർ രേഖപ്പെടുത്തിയതിൽ നിന്നും 97 ആയിട്ടാണ് ഇപ്പോൾ കുറഞ്ഞത്. ഇതിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 9% ഗ്രോത്ത് തന്നെയാണുള്ളത്. പ്രോഫിറ്റിലും ഇയർ ഓൺ ഇയറിൽ 4% ഗ്രോത്ത് ഉണ്ട്. പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 6% ഡൗൺ ആയിട്ടാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിലും 12% ഡൗൺ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് പാനിക് ആയതിൽ അത്ഭുതപ്പെടാനില്ല. അത് കൂടാതെ ബോറോയിങ് സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 85 കോടി ഉണ്ടായിരുന്ന ബോറോയിങ്സ് 168 കോടിയായിട്ട് ഉയർന്നു. അതായത് ഇവരുടെ കടം നേരെ ഡബിളായിട്ട് ഉയർന്നിട്ടുണ്ട്. എന്നാൽ കടത്തിന് ആനുപാതികമായിട്ട് റിസർവ് ഉയർന്നിട്ടില്ല എന്നും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഈ കടം വർദ്ധിച്ചത്, എന്തുകൊണ്ടാണ് പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു എക്സ്ചേഞ്ച് ഫയലിംഗിൽ നമുക്ക് മനസ്സിലാവുക 12 കോടിയുടെ ഒരു ഹോളി ഓൺഡ് സബ്സിഡിയറി ആയിട്ടുള്ള ശക്തി എനർജി സൊല്യൂഷൻ, ഇതിൽ ഇവർ നല്ല തോതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രീൻഫീൽഡ് ഹൈ എഫിഷ്യൻസി സോളാർ സെല്ലുകൾ നിർമ്മിക്കുന്ന, അതുപോലെ സോളാർ PV മൊഡ്യൂളുകൾ നിർമ്മിക്കുന്ന ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് മധ്യപ്രദേശിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2.2 ഗിഗാവാട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൊജക്റ്റ്, പ്രത്യേകിച്ച് ഈ റിന്യൂവബിൾ മേഖലയിൽ പവർ സെഗ്മെൻറ്റിലൊക്കെയുള്ള പ്രൊജക്റ്റുകൾ ഹൈലി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടറാണ്. അവിടെ സ്വാഭാവികമായിട്ടും നല്ല ക്യാപിറ്റൽ ഇൻപുട്ട് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവർ കടമെടുത്തു.
അതിന്റെ അടിസ്ഥാനത്തിലാണ് ബോറോയിങ്സ് വർദ്ധിച്ചത്. ഇതുകൂടാതെ നമ്മൾ ഇവരുടെ ഒരു പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ അത് 51.61 കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ 50.28 കുറഞ്ഞിട്ടുണ്ട്. 50% കൂടുതലുള്ള നല്ല പ്രൊമോട്ടർ ഷെയർ, ശക്തമായ പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് ഉണ്ടെങ്കിലും അത് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതും ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണ്. എന്നാൽ അവിടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗിൽ മിക്സഡ് ആയിട്ടുള്ള ഒരു പ്രതികരണം നമുക്ക് കാണാൻ കഴിയും. കാരണം മാർച്ച് മാസത്തിൽ അവർ 5.16% ആയത് ജൂൺ മാസത്തിൽ അവർ 5.06 ആയിട്ട് കുറച്ചു. എന്നാൽ ഇപ്പോൾ ജൂലൈ മാസം അവർ 5.72 ആയിട്ട് ഉയർത്തുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ചാഞ്ചാട്ടം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിലില്ല. അവരുടെ സ്റ്റേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഉയർന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. മാർച്ചിൽ 4.33 ആയിരുന്നെങ്കിൽ ജൂണിൽ അത് 4.84 ആയി. ഇപ്പോൾ ഒടുവിലത്തെ ജൂലൈയിൽ അത് 6.42 ആയിട്ടും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ FIAസിന്റെയും DIAസിന്റെയും ഹോൾഡിംഗ് കുറഞ്ഞിട്ടില്ല, കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. മറിച്ച് പബ്ലിക്കിന്റെ ഹോൾഡിംഗ് ആണ് ഇവിടെ കുറഞ്ഞിട്ടുള്ളത്. കാരണം പബ്ലിക്കിന് നല്ല ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ അത് 38.91 നിന്ന് 38.49 ആയിട്ട് കഴിഞ്ഞ ജൂണിൽ കുറഞ്ഞിരുന്നു. അവിടെ നിന്നാണ് 37.58 ഈ ജൂലൈയിൽ കുറഞ്ഞതായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ ശക്തമായ സെല്ലിംഗ് നടത്തുന്നത് പബ്ലിക്കാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ പബ്ലിക്കിന്റെ ഒരു സെല്ലിംഗ് യഥാർത്ഥത്തിൽ നമ്മളെ വലിയ ആശങ്കാകുലരാക്കേണ്ടതില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. കാരണം പബ്ലിക് എപ്പോഴും പാനിക് സെല്ലിംഗ് ആയിരിക്കും നടത്തുക. കമ്പനി മാനേജ്മെന്റിന്റെ കമന്ററി വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ആ 25 മുതൽ 30% ഒരു റവന്യൂ ഗ്രോത്ത് FY26 ഉണ്ടാവുമെന്ന് തന്നെയാണ് അവർ ആണായിട്ട് പറയുന്നത്. കൂടാതെ അവരുടെ ഓർഡർ ബുക്ക് 1350 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അതുപോലെ പല ടെൻഡേഴ്സിലും ഇവർ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട് എന്നും മാനേജ്മെന്റ് കമന്ററിയിൽ നമുക്ക് കാണാം. എങ്കിൽ പോലും ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വളരെ കോഷ്യസ് ആണ്. പ്രത്യേകിച്ച് ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മറ്റൊരു റിന്യൂവബിൾ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇടിവിധി സംഭവിക്കുമെന്ന് അവർ തീർച്ചയായും ഭയപ്പെടുന്നുണ്ട്. കാരണം ഈ ഹൈ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പവർ ബിസിനസ്സിൽ, പ്രത്യേകിച്ച് റിന്യൂവബിൾ എനർജി സെഗ്മെന്റിൽ ഹൈലി റെഗുലേഷൻ ചേഞ്ചസ് ഒക്കെ വരുന്ന ഒരു സെഗ്മെന്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയം മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡെപ്റ്റ് ലെവൽ നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ഹോൾഡിങ്ങിൻ്റെ പ്ലഡ്ജിങ്ങോ അല്ലെങ്കിൽ അവരുടെ ഹോൾഡിംഗ് ശക്തമായിട്ട് കുറയുന്നുണ്ടെങ്കിലും നമ്മളത് ശ്രദ്ധിക്കേണ്ടി വരും. പത്രത്തിൽ വളരെ കോഷ്യസ് ആയിട്ട് നീങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ സ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈങ് ഇതിൽ ശക്തമായതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ് ഇപ്പോഴും ഈ സ്റ്റോക്കിൽ നിലവിലുള്ളത്. കാരണം ഇതിൻ്റെ വാല്യുവേഷൻ ഇപ്പോൾ അത്ര ഹൈ വാല്യുവേഷൻ അല്ല എന്നുള്ളതും ഈ സ്റ്റോക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടിട്ടും ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.